ഭയങ്കരமான ട്രാഫിക്. ദ വേസ്റ്റ് ടൈം ടു ട്രാവൽ ഓൺ 311. അയ്യോ, ഞാൻ പോലീസാന്ന് വിചാരിച്ചു. പ്ലീസ് ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. എൻ്റെ കൈ ഇങ്ങനെ തരിക്കുന്നു. ലെറ്റ്സ് ഗോ. അവിടെ നിൽക്കുന്നുണ്ട് സുസുക്കി. അയ്യോ, തന്നെ ഫുട്പാത്ത് കൊണ്ട് കയറ്റിയത്. ഓ, അതേ പോകുന്നു. 1 2 ബൈക്ക്. ഓ, 2 അല്ല, ഇഷ്ടം പോലെ 3 ഗോൾഡ് വിങ് അങ്ങനെ. നമുക്ക് മനസ്സിലായി കുറച്ച് ഓടിക്കുമ്പോൾ നമുക്കത് ഹെൽമെറ്റ് തലയിലുള്ള ഒരു അയ്യോ, ഒരു ക്യാമറ. ആർക്കത്? അപ്പോൾ ഗൈസ്, നമുക്ക് പോകാനുള്ളത് ഈ ലൊക്കേഷനിൽ 13 കിലോമീറ്റർ ഉള്ളൂ. നമുക്കത് ഗൂഗിൾ മാപ്പിൽ എത്ര ടൈം കാണിക്കുന്നുണ്ടെന്ന് നോക്കാം. ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന സമയം ഇവിടുന്ന് 53 മിനിറ്റാണ്. അതും നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന റൂട്ട് 311 ആണ്. അപ്പോൾ ആ 311 54 മിനിറ്റ്, ഓൾമോസ്റ്റ് 1 hour ആണ്. അതുമല്ല, പക്ഷേ അതിലും കൂടുതൽ ഈ റൂട്ട് കാണിക്കുന്നേ ഇല്ല 311. അടിപൊളി. ഇത് ഇങ്ങനെയൊക്കെ വളഞ്ഞു പോയിട്ട് അപ്പോൾ എങ്ങനെയായാലും 1 മണിക്കൂർ എന്തായാലും എടുക്കും. അപ്പോൾ നമ്മളിനി ബൈക്കേ പോവുകയാണെങ്കിൽ എത്ര സമയം കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും നോക്കാം. ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്നത് 7:50 ആണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. 7:51 സമയം കാണിക്കുന്നത്. നമ്മളവിടെ 8:51, ഏകദേശം 8:51-9 ആ ഒരു സമയത്താണ് കാറും കൊണ്ട് പോവുകയാണെങ്കിൽ നമ്മളവിടെ എത്തുക. ഇനി ബൈക്കും കൊണ്ട് പോവുകയാണെങ്കിൽ എത്ര മണിക്ക് നമ്മൾ അവിടെ എത്തും എന്നുള്ളത് നമുക്കിപ്പോൾ കാണാം. 1 മണിക്കൂർ മിനിമമാണ്. അതായത് ടോളുള്ള റൂട്ട് വളഞ്ഞെടുക്കുവാണെങ്കിൽ ആണ് 1 മണിക്കൂർ എന്ന് കാണിച്ചത്. പക്ഷേ നമ്മളിപ്പോൾ എടുക്കുന്നത് ടോളില്ലാതെ 311. അപ്പോൾ എങ്ങനെയായാലും ഒരു 1.5 മണിക്കൂർ കാറിൽ പോകും. അപ്പോൾ 8 മണി 9 മണി കഴിയും അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ കാറ് പോകണം. 9:15. ഓക്കെ, നമ്മൾ ശരിക്കും അവിടെ എത്ര മണിക്ക് എത്തും നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. നേരെ ഇറങ്ങി റോട്ടിലോട്ട് വണ്ടി എടുത്തിട്ട് അയ്യോ ഒന്ന് ലെറ്റ്സ് ഗോ. അപ്പോൾ പോയേക്കാം. അപ്പോൾ ഇന്നും എഗെയിൻ നമ്മൾ വീണ്ടും ക്വിസീസാണ് പോകുന്നത്. നമ്മുടെ എത്തിസലാത്ത് സ്റ്റേഷൻ്റെ അങ്ങോട്ടാണ്, ആ ഏരിയയിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഓ, നമ്മുടെ ഹെൽമെറ്റിൻ്റെ വൈസർ തുടച്ചിട്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇത് കുഴപ്പമില്ല, ഇത് ഞാൻ തുടച്ചു. വിൻസ്ക്രീൻ അല്ല എന്ന് പറയാം. വിൻസ്ക്രീൻ നമ്മൾ വൈസർ തുടച്ചു വണ്ടിയുടെ. അപ്പോൾ എനിവേസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ നേരെ റോട്ടിൽ ഇറങ്ങട്ടെ, എന്നിട്ട് ഐൽ സീ യു ഗൈസ് ഓൺ ദി റോഡ്. നമ്മൾ അപ്പോൾ ഇന്നത്തെ പരിപാടി പറഞ്ഞല്ലോ, ക്വിസീസ് ഭാഗത്തോട്ടാണ് ഇന്നത്തെ യാത്ര. അതും ഭയങ്കരமான ട്രാഫിക്. ദ വേസ്റ്റ് ടൈം ടു ട്രാവൽ ഓൺ 311. ഈ 311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ പോകാൻ ഏറ്റവും മോശമുള്ള സമയമാണ് ഇത്. ഈ സമയം ട്രാഫിക് കൊണ്ട്, കാരണം അമ്മാതിരി ട്രാഫിക്കാണ് ഇപ്പോൾ ഇന്ന് കാണാം. ഇന്ന് അങ്ങനത്തെ ഒരു ട്രാഫിക്കിലൂടെ നമുക്ക് ബൈക്കും കൊണ്ട് പോയി എത്ര സമയം സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. എങ്ങനെ 100% സേവ് ചെയ്യാൻ പറ്റും, അത് ഉറപ്പാണ്. എത്രയെന്നുള്ളത് അറിയേണ്ടതുള്ളൂ. പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും സ്കില്ലും കാര്യങ്ങളും. ചിലർ നല്ല പെട്ടെന്ന് കട്ട് ചെയ്ത് പോകാൻ പറ്റുന്നവരുണ്ടാവും. ചിലവർ അതിനോട് താല്പര്യമില്ലാതെ മര്യാദയ്ക്ക് ലൈൻ കീപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നവരുണ്ടാവും. അല്ലെങ്കിൽ പറ്റിയാലും വേണ്ട, ഇങ്ങനെ പോയാൽ മതി എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇത് എൻ്റെ ഒരു രീതിക്ക് നമുക്ക് എത്രത്തോളം ഇതിൽ ടൈം സേവ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് നോക്കാം. ജഗൻജ, നമ്മളിനി നേരെ നൊട്ടോറിയസ് 311 ഇൻ ദി ഈവനിങ്. ലെറ്റ്സ് ഗോ. നേരെ അങ്ങോട്ട് പിടിക്കാം. അയ്യോ, സ്പീഡ് കയറുന്ന അറിയില്ല വണ്ടിയിൽ. കഴിഞ്ഞ ദിവസം നമ്മൾ പോയത് അൽ നഹ്ദ ഏരിയയിലായിരുന്നു. ഇന്ന് നമ്മൾ പ്രോപ്പർ കിസേസ്, അതായത് നമ്മുടെ എത്തിസലാത്ത് സ്റ്റേഷൻ്റെ ബാക്കിലായിട്ടുള്ള ഒരു ഏരിയ. അത് എനിക്കൊന്ന് അൽത്തവാർ വേണമെങ്കിൽ പറയാം. അൽത്തവാറിൻ്റെ ആ ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നതെന്ന്. ഇനിയും കുറേ ഏരിയാസ് നമുക്ക് ഇനി കവർ ചെയ്യേണ്ടത്. എനിക്കൊന്ന് കൂടുതൽ നമുക്ക് ഇതുപോലെ ഓരോ സ്പോട്ട് പിടിച്ച് പോയാൽ. നിങ്ങളൊക്കെ ആരെങ്കിലും ഈ ഏരിയയിലൊക്കെ താമസിക്കുന്നവരൊക്കെ ഉണ്ടോ നോക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ മോട്ടോ ഹബിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അത് ഞാൻ ക്ലിപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെറുതെ റാൻഡമായിട്ട് ഇതുപോലെ ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ ഞാൻ സംസാരിച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ബ്രോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ വണ്ടി എൻ്റെതായിരുന്നു, ഞാനായിരുന്നു അതിലുള്ളത്. അപ്പോൾ ആലോചിച്ച് നോക്കണം, ദ കോയിൻസിഡൻസ്. നമ്മൾ മലയാളികളുടെ പ്രസൻസ് ഒന്ന് ആലോചിച്ച് നോക്കണം. എവിടെ ചെന്നാലും എങ്ങനെ പോയാലും മലയാളികൾ. അതുപോലെ അതേ സെയിം വ്ളോഗിൽ തന്നെ ഒരു സിഗ്നലിൽ നിന്നപ്പോൾ നമ്മളൊരു Z900 കവാസാക്കി കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ പറയാൻ പറ്റില്ല ഇത് മലയാളികളുടെ ആവുന്നത്. അയാൾ നെക്സ്റ്റ് ഡേ എനിക്ക് ടെക്സ്റ്റ് ചെയ്തു, ബ്രോ നഹദ ഭാഗത്ത് ഇന്നലെ ഉണ്ടായിരുന്നു, ബ്രോയുടെ വണ്ടി ഞാൻ കണ്ടു എന്ന് തോന്നുന്നു. അപ്പോൾ അത് നല്ല രസം അത്. അപ്പോൾ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഈ ഭാഗത്ത് താമസിക്കുന്നവരോ നിങ്ങളുടെ വണ്ടി എങ്ങനെ ഇതിൽ എവിടെയെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അറിഞ്ഞിരിക്കാൻ രസമല്ലേ. അപ്പോൾ ഇത് 311 ട്രാഫിക് ഓൾറെഡി കുറേ മുന്നേ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്നല്ല തുടങ്ങുന്നത്. അയ്യോ, എന്തൊക്കെയോ പ്രാണികളൊക്കെ വൈസറിൽ വന്ന് അടിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് തുറന്നിട്ട് ഓടിക്കുന്നത്. കണ്ണിലങ്ങനെ വന്ന് അടിച്ചാൽ നമുക്കിനി ടൈം സേവ് ചെയ്യൽ എങ്ങനെ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ മാക്സിമം. നമുക്ക് സേഫായിട്ട് എങ്ങനെ സമയം സേവ് ചെയ്ത് പോകാം. നമുക്ക് ആ ലെഫ്റ്റ് ലൈൻ അങ്ങ് പിടിച്ചാലോ. അവിടെ ഇതുമാതിരി പാക്ക്ഡ് ഇല്ല, കാരണം അവിടെ എക്സിറ്റ് ഇല്ലല്ലോ. ഈ റൈറ്റ് സൈഡത്തെ ലൈനിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ കുറേ പേര് എക്സിറ്റ് എടുക്കാൻ നിൽക്കുന്നവരായിരിക്കും, കുറേ പേര് നേരെ പോകാൻ നിൽക്കുന്നവരായിരിക്കും, കുറേ പേര് എക്സിറ്റ് എടുത്ത് ഉള്ളിലോട്ട് കയറി വന്നവരായിരിക്കും. പക്ഷേ ആ ലാസ്റ്റ് 2-3 ലൈന് പിടിക്കുകയാണെങ്കിൽ
അതിൽ ഒരുവിധം എല്ലാവരും സ്ട്രെയിറ്റ് പോകുള്ളവർ തന്നെ ആയിരിക്കും. നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ ഇത് പിടിച്ചു നോക്കാം. അത് കിട്ടില്ല. ആ ലോറിക്കാരൻ ഒരു ഗ്യാപ്പ് കിട്ടിയ ഈ സൈഡിൽ കൂടെ ഇതിലൂടെ കയറ്റാൻ എനിക്ക് ഭയങ്കര ഈ ഗ്യാപ്പിൽ കൂടെ കയറ്റാനുള്ള വെമ്പലുണ്ട്. പക്ഷേ നമ്മളങ്ങ് കയറ്റുമ്പോഴാണ് അയാൾ ത്രോട്ടിലടിച്ച് കയറ്റുന്നതെന്നുണ്ടെങ്കിൽ റിസ്ക്കാണ്. അത് വേണ്ട. സേഫ്റ്റി മുഖ്യം വെച്ചില്ലേ. എൻ്റെ കൈ ഇങ്ങനെ തരിക്കുന്നു. ലെറ്റ്സ് ഗോ. പ്ലീസ് ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ഈ തല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴുണ്ടല്ലോ ഹാൻഡിൽ ബാർ സ്ട്രെയിറ്റ് ആയി പിടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സ്കില്ലാണ്. അതെനിക്ക് ചില സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് പോകും. വെറുതെ ആ റിസ്ക് എടുക്കണ്ട. മെറ്റലിയാണ് പോകുന്നത്. അപ്പോൾ പിന്നെ വേണമെങ്കിൽ നമ്മൾ വൈസർ തുറന്നിട്ട് ഓടിക്കാം. പ്രാണി വരുവാണെങ്കിലും സ്ലോ മോഷനിലല്ലേ വരൂ. ലെറ്റ്സ് ഗോ. ഇതൊന്ന് ഈ ഗ്യാപ്പ് പിടിച്ചാൽ അധികം പേര് ലൈന് ചേഞ്ച് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഇവിടെ കുറവായിരിക്കും. ഇനി ഫാസ്റ്റ് ട്രാക്ക് പിടിച്ചാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ആ ലൈന് ലെഫ്റ്റ് സൈഡത്തെ യെല്ലോ ലൈൻ പിടിച്ചാൽ കയറി മതി. നമുക്ക് തൽക്കാലത്തിന് ഇത് പിടിച്ച് അങ്ങനെ അങ്ങ് പോകാം. യെല്ലോ ലൈൻ എമർജൻസി ലൈനാണ്. അപ്പോൾ പിന്നെ ആ റിസ്ക് എടുക്കണ്ട. ഇവിടെ ആളുകളൊന്നും ഒരു ഗ്യാപ്പ് തരുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കയറി പോവാം. സ്വിഫ്റ്റ് ചേട്ടാ, സ്വിഫ്റ്റ് അല്ല അത് യാറിസാണ്, സോറി. ഓക്കെ, ഹിയർ വി ഗോ. പർപ്പിൾ വണ്ടി ചേട്ടാ, ഞാനൊന്ന് പൊക്കോട്ടെ. ദർ വി ഗോ. റേഞ്ച് റോവർ ഇത് ഇങ്ങോട്ട് കയറുന്നു. അപ്പോൾ അങ്ങോട്ട് എടുക്കണ്ട. ഈ വണ്ടി ഇവിടെ മെല്ലെ സ്ലോ ആക്കിയിട്ടുണ്ട്. അയാൾ വണ്ടി എടുക്കാൻ മറന്നു, ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അയാളൊന്ന് സ്ലോ ആയി. പക്ഷേ നമുക്ക് ഗ്യാപ്പ് കിട്ടിയില്ല. റേഞ്ച് റോവർ ചേട്ടൻ എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് കയറാനുള്ളതാണ്. സിഗ്നൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഗ്യാപ്പ് പിടിച്ച് മെല്ലെ അങ്ങ് പിടിക്കാം. ലെറ്റ്സ് ഗോ. താങ്ക് യു. ഏറ്റവും സേഫ് കുറേയൊക്കെ ഞാൻ ആലോചിച്ചിടത്തോളം ഈ ലൈനാണ്. ഈ 2 ലൈനിൻ്റെ ഗ്യാപ്പ് കൂടെ കയറ്റുന്ന കുറച്ചുകൂടെ സേഫ്. കാരണം എല്ലാവരും തിരിയാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ആ എക്സ്ട്രീം റൈറ്റിക്കുള്ള വഴികളൊക്കെ ആണെങ്കിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയേണ്ട എക്സിറ്റ് എടുത്ത് വന്നവർ, ജോയിൻ ചെയ്തവർ, ഇവിടുന്ന് എക്സിറ്റ് ആവുന്നവരൊക്കെ ഉണ്ടാവും. നമുക്ക് ഇത് വഴി പോകാം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷംസ്? സത്യം പറഞ്ഞാൽ വിൻ്റർ ഏകദേശം തീർന്നു തുടങ്ങി എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു തുടങ്ങി കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസമൊന്നും അങ്ങനെ ഒരു തണുപ്പ് എനിക്ക് തോന്നിയിട്ടില്ല. ഗൈസ് പ്ലീസ് ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് എമർജൻസി ലൈനാണ്, എടുക്കാൻ പാടില്ല എന്നാണ്. പോലീസൊന്നും കാണില്ല എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ബാക്കിയെല്ലാം വരും. എനിക്കാണെങ്കിൽ വണ്ടിയുടെ ഇതിൻ്റെ ബൈക്കിൻ്റെ റിന്യൂവലാണെങ്കിൽ നമ്മൾ മാർച്ചിലാണ്. അതായത് ഇപ്പോൾ ഇത് ഫെബ്രുവരി പകുതി കഴിഞ്ഞു. ഏകദേശം 2 ആഴ്ച കൊണ്ട് ഇതിൻ്റെ റിന്യൂവലായി. അപ്പോഴത്തേക്കും ഫൈനൊന്നും കയറാതിരുന്നാൽ നമ്മൾ രക്ഷപ്പെടും. ഇത് അത്ര സേഫല്ല. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇത് സേഫ്റ്റിയാണ്, പക്ഷേ ലീഗലി സേഫല്ല. ഏതെങ്കിലും ഈ വഴിയിൽ ഒരു പോലീസ് വണ്ടി ഉണ്ടെങ്കിൽ അപ്പം നമ്പർ നോട്ട് ചെയ്യും, പ്ലിങ് അടിച്ച് കിട്ടും. പക്ഷേ കുറച്ചുകൂടെ നമുക്കൊന്നെങ്കിലും ഫ്രണ്ടിലോട്ട് പോകാം. ക്യൂസേസ് എക്സിറ്റ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടത്. ഇങ്ങനെ വരുന്ന വണ്ടി പിടിക്കുന്ന ക്യാമറ വല്ലതും ഉണ്ടെങ്കിൽ പെട്ടില്ലേ. വണ്ടികൾ നോക്ക് മെല്ലെ പോകുന്നു. ഇതേ ക്യാമറ ഫ്രണ്ടിൽ. പക്ഷെ അത് നമ്മൾ അടിക്കില്ല. സ്പീഡ് ക്യാമറ അല്ലേ, സേഫാണ് ഞാൻ അറിഞ്ഞിടത്തോളം. സ്പീഡ് ക്യാമറ, സോറി ഞാൻ സ്പീഡിലല്ല, പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു വഴി പോകേണ്ടി വന്നു. താങ്ക് യു. ചെയ്യരുത്, ഞാൻ വീണ്ടും പറയുന്നു, ചെയ്യരുത്. കഴിഞ്ഞതിൽ നമ്മൾ ടാറ്റൂവിൻ്റെ ഡിസ്കഷൻ പറഞ്ഞിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം വന്നൊരു കാര്യം എന്തായിരുന്നു അറിയോ? കുറേ പേര് വളരെ ഓപ്പണാണ് ടാറ്റു എന്ന് പറയുന്ന കൺസെപ്റ്റിനോട്. ഇപ്പോൾ പഴയ പോലെയല്ല. അപ്പോൾ ഈവൻ എന്താ പറയുക, നമ്മുടേതായിട്ടുള്ള കൾച്ചർ എന്ന് പറയാൻ പറ്റില്ല. കൾച്ചറിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും റിലീജിയസ് ആയിട്ട് നോക്കുമ്പോൾ കുറേ റിലീജിയൻസിന് പാടില്ല എന്നിട്ട്. പക്ഷെ എന്നാലും കുറേ പേര് അതിനോട് എന്താ പറയുക ഓപ്പൺ ആവുന്നത് ഇറ്റ്സ് എ ഗുഡ് തിങ്. പുതിയ കൺസെപ്റ്റുകളും നമ്മളെ പുതിയ കാഴ്ചപ്പാടുകളും. പിന്നെ അതുമല്ല, എനിക്ക് എൻ്റെ പേഴ്സണൽ ഒരു കാര്യം ആണ്. അതായത് ഞാനൊരു ടാറ്റു അടിക്കുന്നതുകൊണ്ട് വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ട് വരുന്നില്ലല്ലോ. ഇപ്പം നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഓരോ കാര്യം ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൽ കുറേ റീസണിന് പലതും ഉണ്ടാവും. പക്ഷെ ടാറ്റു എന്നൊരു കാര്യത്തിൽ എനിക്ക് അതാണ്, ആ ഒരു ജസ്റ്റിഫിക്കേഷനാണ് എനിക്ക് എൻ്റെ മൈൻഡിൽ ഇപ്പോഴും വരാത്തത്. അതായത് ഞാൻ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഒരു ടാറ്റു ചെയ്യുന്നതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഒന്നും വരാൻ പോകുന്നില്ല. എന്താ പറയുക, ഒരാൾ പറയുന്നുണ്ട് എന്താണ് സ്കിൻ ഈസ് എ പ്ലേ ഗ്രൗണ്ട്, അങ്ങനെ എന്തോ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ഇഷ്ടമാണ് എനിക്ക്. അതായത് ഓരോരുത്തരുടെ അവരുടെ ഇഷ്ടത്തിന് അവരുടെ സ്വന്തം സ്കിന്നിൽ ചെയ്യുന്ന കാര്യം അല്ലേ, എനിക്ക് അങ്ങനെ കാണാനാണ് ഇഷ്ടം. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ആരും ചോദ്യം ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ ഈ ചോദ്യം ചെയ്യുന്നത് തന്നെ ഞാൻ എന്താ പറയുക അതിലോട്ട് കൂടുതൽ ഇറങ്ങിയ പിന്നെ വെറുതെ വള്ളി വാങ്ങിച്ചേക്ക് വേണ്ട. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ എത്തി. ട്രിപ്പോളി സ്ട്രീറ്റ്, റാഷിദിയ എക്സിറ്റ് ഏകദേശം ആവാറായി. മെർഡിഫിൻ്റെ എക്സിറ്റ് എത്തി. ഈ ട്രാഫിക്കിൽ ഞാൻ കാറും കൊണ്ട് ഇറങ്ങിയിരുന്നെങ്കിൽ മക്കളെ ഒരു 4-5 ചായയും ഒരു 10 പഴംപൊരിയും വാങ്ങി വണ്ടിയിൽ വെക്കുക നല്ലത്. എന്നിട്ട് അങ്ങനെ പാട്ടും കേട്ട് അല്ലെങ്കിൽ വല്ല പടവും വണ്ടിയിലിട്ട് പടവും കണ്ട് ഓടിച്ച് ചോദിച്ച് പോകാന്നുള്ളൊരവസ്ഥയായിരിക്കും.
ഞാൻ കഴിഞ്ഞ ഇതിൽ എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിയേറ്റേഴ്സിന് ഒരു അഡ്വർടൈസേഴ്സ് പെർമിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ പെർമിറ്റിൽ ഞാൻ നമ്മുടെ ഈ ചാനലും ഇതിൻ്റെ ഇൻസ്റ്റഗ്രാമും എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ, ഇതിൻ്റെ ഇൻസ്റ്റഗ്രാം, ഇതെല്ലാം ഗൈഡ് ലൈൻസ് കീപ്പ് ചെയ്യണം വളരെ സ്ട്രിക്റ്റ് ആണ്. കാരണം അല്ലെങ്കിൽ പെർമിറ്റിൻ്റെ പ്രശ്നം വരും. അതുപോലെ തന്നെ നമ്മളെ അക്കൗണ്ട്സ് ഒരു ഇൻ വൺ വേ ഓർ ദി അതർ മോണിറ്റേർഡ് ആയിരിക്കും. ഓക്കെ, നമ്മളിവിടെ എത്തി. ഇവിടെ ചെറിയ തൂണ് കാണുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. തൂണ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇനി സെൻറ്ററിൽ കൂടെ വലിക്കണം, വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് അതെ, അപ്പോൾ ഈ ചാനലാണെങ്കിലും ഇതിൽ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഇതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ഭയങ്കരമായിട്ട് ലീഗലി അധിയർ ചെയ്ത് പോകണം എന്നാണ്. പെർമിറ്റ് ഇപ്പോഴും കൈ കിട്ടിയില്ല, ഞാൻ അപ്ലൈ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ ടൈം എടുക്കുന്നതാണ് പറഞ്ഞു ചിലപ്പോൾ. അപ്പോൾ അതങ്ങനെ ഒരു വഴിക്ക് അങ്ങനെ പോകുന്നു. പിന്നെ ക്യുസൈസ് ആൻഡ് നഹദ ഫുഡ് സ്പോട്ടുകൾ തപ്പണം. എന്നിട്ട് വേണം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു മീറ്റപ്പ്. പക്ഷേ മീറ്റപ്പ് ചില ആരെങ്കിലുമൊക്കെ വരുമോ എന്നുള്ളതാണ്, അതൊക്കെ ഒരു ചോദ്യമാണ്. ഇപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോൾ ഞാനും ഇതുപോലെ തന്നെ ഒരു ബൈക്ക് ഓടിച്ച് പോകുന്ന ഒരാൾ, ഞാൻ വിളിച്ചാൽ എന്തിന് ബാക്കിയുള്ളവർ വരണം എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയും. എനിവേസ്, അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ സൈഡിൽ എത്താറായി. എയർപോർട്ടിൽ നിന്ന് നമ്മൾ മേലെ കൂടെ നമുക്ക് ഇഫ് വി ആർ ലക്കി ഇനഫ് നമ്മളെ മേലെ കൂടെ ഒരു ഫ്ലൈറ്റ് ഏതെങ്കിലും പോകുന്നത് കാണാൻ എനിക്ക് തോന്നുന്നില്ല. വി ആർ നോട്ട് ലക്കി. ദൂരെ നിന്നൊന്നും വരുന്നൊന്നും കാണുന്നില്ല. അപ്പോൾ പിന്നെ ആ പ്രതീക്ഷ വേണ്ട, അത് നടക്കത്തില്ല. ഓ, മോട്ടോ ഹബ്ബിൽ പോയിട്ട് കുറച്ചായിട്ടോ. നമുക്ക് മോട്ടോ ഹബ്ബിൽ ഒന്ന് പോകണം. കാരണം എൻ്റെ ഈ ഹെൽമെറ്റ് മാറ്റാറായിട്ടുണ്ട്. ഈ ഹെൽമെറ്റിന് പ്രശ്നമൊന്നുമില്ല, പ്രോബ്ലം ഉണ്ടായിട്ടല്ല മാറ്റുന്നത്. പക്ഷേ നമ്മളൊരു ഹെൽമെറ്റ് ഇപ്പോൾ എങ്ങനെ ഇപ്പോൾ പറയാം, ഉപമിക്കാനൊന്നും കിട്ടുന്നില്ല. ബേസിക്കലി ഒരു ഹെൽമെറ്റ് നമ്മൾ ഒരുപാട് വർഷം യൂസ് ചെയ്യുമ്പോൾ അത് മാറ്റണം എന്നാണ് ഞാൻ ഓൺലൈനിൽ ചെക്ക് ചെയ്തത് അപ്പോൾ കണ്ടത്. സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല, അറിയുന്നുണ്ടെങ്കിൽ ആരെയും കമൻറ്റ് ചെയ്യും. പക്ഷേ ഞാൻ എൻ്റെ എന്താ പറയുക, ഞാനായിട്ട് ആലോചിക്കുമ്പോഴോ ഇറ്റ്സ് എ ഗുഡ് തിങ്. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇതെല്ലാം ഒരു എന്തെങ്കിലും ഒരു വസ്തു വെച്ച് ഉണ്ടാക്കുന്നതാണല്ലോ ഇതെല്ലാം. പിന്നെ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഇതിൻ്റെ ഒരു സമയം കഴിയുമ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളും എല്ലാം കുറഞ്ഞു വരും. അയ്യോ, ഞാൻ പോലീസാന്ന് വിചാരിച്ച്. അവിടെ വണ്ടി ഇതായിട്ടുണ്ട്, സ്റ്റക്കായിട്ടുണ്ട്, റീകവറി. ഞാൻ പോലീസ് വണ്ടി ധരിച്ച് ഷിറ്റ്. അപ്പോൾ എനിവേസ്, അപ്പോൾ ഒരു സമയം കഴിയുമ്പോൾ ഹെൽമെറ്റ് എല്ലാം ചേഞ്ച് ചെയ്യണം. അപ്പോൾ എൻ്റെ ഈ ഹെൽമെറ്റ് എനിക്ക് തോന്നുന്നു 5 വർഷമെങ്ങാനും ആയി, അല്ലെങ്കിൽ 5 വർഷം ആവാറായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് മാറ്റേണ്ട സമയമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മോട്ടോ ഹബ്ബിലൊന്ന് പോകണം. എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടല്ലോ. മോട്ടോ ഹബ്ബിൽ പോയിട്ട് ഹെൽമെറ്റുകൾ ചെക്ക് ചെയ്യണം. ഞാൻ അവിടെ ഹെൽമെറ്റ് മറ്റേ ഇതിൻ്റെ ഏതായിരുന്നു ആ ബ്രാൻഡ്, അപ്പോൾ അതിൻ്റെ ഞാൻ ഏതോ ഒരു ബ്രാൻഡ് അന്ന് നമ്മുടെ മിഡിൽ ഈസ്റ്റ് കാർ ആൻഡ് ബൈക്ക് വീക്കിൽ പോയപ്പോൾ അവരെ സ്റ്റോളിൽ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാബിക്കിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ലൊരു ഡിസ്കൗണ്ട് തരണം, എനിക്ക് ഹെൽമെറ്റ് മാറ്റണം. അപ്പം വാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഭാഗത്തോട്ട് തിരിഞ്ഞിട്ടില്ല ഞാൻ. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോകണം, പോയിട്ട് ഹെൽമെറ്റ് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ അവിടെ ഉള്ള ഹെൽമെറ്റുകളും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. ആക്സസറീസ് എവിടെ നിന്ന് വാങ്ങുന്നത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒരു ഷോറൂം എന്താ പറയുക വിസിറ്റ് എന്നുള്ള രീതിയിൽ അത് കാണിച്ചു തരാം. പിന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങാനുള്ള ഷോപ്പുകളുടെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തതെന്ന് വെച്ചാൽ ഒരു സ്റ്റോർ എനിക്ക് ഡയറക്റ്റ്ലി നന്നായിട്ട് അറിയാവുന്ന സ്റ്റോറുകളൊന്നുമില്ല. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മൾ ഓരോ സ്റ്റോറുകൾ ഗൂഗിൾ മാപ്പിൽ നോക്കി അവിടെ പോയിട്ട് അവിടുത്തെ വണ്ടികളും കാര്യങ്ങളും നോക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിലുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇൻ കേസ് എന്തെങ്കിലും ആർക്കെങ്കിലും ഞാൻ ആ സ്റ്റോർ കണ്ട് വീഡിയോ ചെയ്ത് ആ വീഡിയോ കണ്ട് വണ്ടി പോയി വാങ്ങി എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ അത് എൻറ്റയർലി എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആവില്ല. പക്ഷെ എന്നാലും എനിക്ക് മാനസികമായിട്ട് എന്തോ ഒരു ഇത് ശരിക്കും ബോധ്യമായിട്ടുള്ള എനിക്ക് അടുത്തറിയാവുന്ന അനുഭവമുള്ള അങ്ങനത്തെ സ്റ്റോറുകൾ വല്ലതുണ്ടെങ്കിൽ ചെയ്യാനൊരു കോൺഫിഡൻസ്. അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഞാനത് ആ ഒരു ടോപ്പിക്ക് ടച്ച് ചെയ്യാതെ തൽക്കാലത്തേക്ക് പുഷ് ചെയ്യും. എന്നിട്ട് അങ്ങനത്തെ സ്റ്റോർ എപ്പോഴേലും വരുമോ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ വരുമ്പോൾ അങ്ങനെ ഒരു ഇത് ചെയ്യാം. മൈൻഡിലല്ല, അങ്ങനെ ഒരു സ്റ്റോർ നമുക്ക് സെറ്റായി കോൺഫിഡൻസ് ആയിട്ട് വരുമ്പോൾ നമുക്കതിൻ്റെ വീഡിയോ ചെയ്യാം. അപ്പോൾ അതുവരേക്കും ആ ഒരു ടോപ്പിക്ക് നമുക്ക് തൽക്കാലത്തേക്ക് അവിടെ ഇങ്ങനെ റാക്കിൽ ഇങ്ങനെ കയറ്റി വയ്ക്കാം. ടൈം ആകുമ്പോൾ നമുക്കത് എടുത്തിട്ട് പറ്റാം. T2 നമ്മൾ ആദ്യമൊക്കെ റൈഡ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ആദ്യത്തെ വ്ളോഗ് കണ്ടവർക്കറിയാം T2ൻ്റെ ബഹളമായിരുന്നു ഫസ്റ്റൊക്കെ. അപ്പോൾ ഞാനിവിടേക്ക് ലൊക്കേഷൻ ഇടാത്തതിൻ്റെ കാരണം എനിക്ക് ഏകദേശം ഒരു ഏരിയ അറിയാം. അതുകൊണ്ടാണ് പിന്നെ ഞാൻ മാപ്പൊന്നും ഇടാത്തത്. പിന്നെ അറിയാമല്ലോ, ഇതിൽ വ്ളോഗ് ഇതുവരെ കണ്ടവർക്ക് അറിയാം, മാക്സിമം നമ്മൾ മാപ്പ് ഇല്ലാതെ വണ്ടി ഓടിക്കാനാണ് എനിക്കിഷ്ടം. സമയവും ഉണ്ടാവും. വേറെ ഇനിയിപ്പോൾ 2 വഴി തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള സിറ്റുവേഷൻസൊക്കെ ആകുമ്പോൾ വലിയ പ്രശ്നമില്ല. പക്ഷെ വഴി പഠിക്കുക നല്ല രസമാണ് ഈ വഴി പഠിക്കാൻ. അതുപോലെ ബോർഡ് വായിച്ച് റൈഡ് ചെയ്യാൻ പഠിക്കുക. ഇതൊക്കെ നമ്മളിപ്പോൾ ടോട്ടൽ എത്ര സമയം എടുത്തു? നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എത്രയായിരുന്നു? 7:50 അല്ലായിരുന്നു. ഇപ്പോൾ 8:10, 20 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇപ്പോൾ 20 മിനിറ്റ് കൊണ്ട് നമ്മളിത് ഇവിടെ ക്യുസൈസ് എക്സിറ്റ് എത്തി. ഇനി എക്സിറ്റ് നിന്ന് നമുക്ക് നേരെ ക്യുസൈസിലോട്ട് കയറി അവിടെ തന്നെ ഫസ്റ്റ് ഈ കയറിയ ഉടനെ തന്നെ എത്തിസലാത്തിൻ്റെ
സ്റ്റേഷൻ. അപ്പോൾ നേരെ അങ്ങോട്ട് തന്നെ നമുക്ക് പോകാനുള്ളത്. ഹോൺ അടിക്കേണ്ട, ചിൽ, റിലാക്സ്. എന്നെ അല്ല ഹോൺ അടിച്ച്, എൻ്റെ ബാക്കിലുള്ള വണ്ടി, സൈഡിലുള്ള ബാക്കിലുള്ള വണ്ടി ഫ്രണ്ടിലുള്ള വണ്ടിക്ക് ഹോൺ അടിച്ചു. കാരണം അയാൾ ഇൻഡിക്കേറ്റർ ഇട്ട് സൈഡിലോട്ട് എടുക്കാൻ. എനിക്ക് മനസ്സിലാകാത്തതാണ്. ചില സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മളിപ്പോൾ കാറായിട്ടൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ബാക്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ലൈനിൽ പോവും, ലെഫ്റ്റ് സൈഡിൽ ലൈനിൽ കുറച്ച് ബാക്കിലായിട്ട് വണ്ടി ഉണ്ടാവും, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ആ ബാക്കിലുള്ള ആൾക്ക് ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഒരു സ്പീഡ് കൂട്ടിയിട്ടൊരു വരവുണ്ട്, ആഹാ ഞാൻ പോയിട്ട് നീ പോയാൽ മതി എന്നുള്ളത്. അങ്ങനെ കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ഒന്നും ഇടുന്ന വരെ നമ്മളിപ്പോൾ ഈ ഇരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ക്ലിയർ ആയിട്ട് ഇരിക്കാമോ, അതിൻ്റെ ബാക്കിൽ വണ്ടി മെല്ലെ ആടിപ്പാടി വരുന്നുണ്ടാവും. സിഗ്നൽ അങ്ങ് ഇട്ടോ, നമ്മളങ്ങോട്ട് തിരിയണമെന്ന് കണ്ടോ, അപ്പം ഉണ്ട് ഒരു വരവ്. ന്യൂസ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ആകെ 5 മിനിറ്റും എടുക്കില്ല. ഈ സിഗ്നൽ അങ്ങ് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലെസ് ദാൻ 5 മിനിറ്റ്സിൽ നമ്മളവിടെ എത്തും. അപ്പോൾ എങ്ങനെ നോക്കിയാലും 8:11, അതായത് 21 മിനിറ്റ്, ഒരു 5 മിനിറ്റ്, ഇനിയും കുറച്ച് എക്സ്ട്രീം കൂട്ടിക്കും, അരമണിക്കൂർ കൊണ്ട് നമ്മളിവിടെ എത്തി. അതേസമയം നമ്മൾ വണ്ടിയിൽ പോവുകയാണെങ്കിൽ, കാറിൽ പോവുകയാണെങ്കിൽ നമ്മളത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂർ എങ്ങനെയാലും എടുത്തിട്ടുണ്ടാവും. അതവിടെ ഫ്രണ്ടിലത്തെ ഹോണ്ട അക്കോർഡിൽ ആരോ TV കാണുന്നുണ്ട്, അത് കന്നഡയാണെന്ന് തോന്നുന്നു. ആരോ പ്രസംഗിക്കുന്ന, നമ്മുടെ ലാലിനെ പോലുള്ള ഒരാൾ പ്രസംഗിക്കുന്നവർ, ഔട്ട് കംപ്ലീറ്റ്ലി. നമുക്ക് സൈഡ് പിടിച്ച് ഫ്രണ്ടിൽ പോയാലോ? നമ്മളിപ്പോൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ സൈഡിൽ നിൽക്കുന്നത്? ഗ്യാപ്പ് പിടിക്കാല്ലേ? there we go. ചില സമയത്താണ് നമുക്ക് ഈ ബൈക്കിൻ്റെ വെയിറ്റ് ഫീൽ ചെയ്യുന്നത്. ഓടിക്കുമ്പോഴൊന്നും വണ്ടി കനം തന്നെ ഇല്ല, പക്ഷേ വണ്ടി നിർത്തി സ്ലോ ആയിട്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് എടുക്കുമ്പോഴോ വണ്ടിയുടെ വെയിറ്റ് മനസ്സിലാവും. എൻ്റെ ഹെൽമെറ്റിൻ്റെ ഈ ക്യാമറ മൗണ്ട് ചെയ്ത് വെച്ച് കണ്ടോ, ഇത് മറ്റേ MC-ലോ അങ്ങനെ എന്തൊരു സാധനം ഇവിടെ ഈ ഒട്ടിച്ച് വെച്ചുള്ളത്. എനിക്കിപ്പോൾ ഗോപ്രോയുടെ ഇതിൽ കാണുന്നുണ്ടാവും. വൃത്തികേടാണ് സാധനം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇറ്റ്സ് സോ സോളിഡ് സാധനം, നല്ല കിഡിലായിട്ട് നിൽക്കുന്നുണ്ട്. സുസുക്കി കൊള്ളാലോ. നമ്മളെ ഇവിടുന്ന് നമ്മുടെ ജോർജിൻ്റെ വണ്ടി എടുക്കണ്ടല്ലോ, ജോർജിൻ്റെ സുസുക്കി ഉണ്ട് ഇവിടെ ഇരിക്കണം, അതെടുക്കണം ഒരു ദിവസം വന്നിട്ട്. എന്നിട്ട് അതും കൊണ്ടൊന്ന് ഇത് ചെയ്യണം, റൗണ്ട് അടിക്കണം. അടുത്ത വണ്ടി ബാക്കിൽ ഹാർലി, അവിടെ വേറെ ഹാർലി വന്നത് ദൂരെ. നമ്മളാണോ അടുത്ത്? അപ്പോൾ അതേ നമ്മുടെ ലൊക്കേഷൻ നമ്മൾ ഏകദേശം എത്തിയിരിക്കുന്നു. ഇനി എനിക്കിതേ അവിടെ സ്ട്രെയിറ്റ് മേലെ കാണുന്നു എത്തിസലാത്ത് സ്റ്റേഷൻ, അതിൻ്റെ ലൈറ്റാണ് കാണുന്നത്, ആ കോഴിമുട്ട പോലെ. അപ്പോൾ ആ സ്റ്റേഷനിൽ നമുക്ക് ഇവിടുന്ന് റൈറ്റ് പിടിച്ചിട്ടാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ഇനി നേരെ അവിടെ ചെന്ന് ഞാൻ എൻ്റെ പരിപാടികൾ തീർക്കട്ടെ, എന്നിട്ട് നമുക്ക് നേരെ തിരിച്ചുള്ള ബാക്കിയാണ്. ചെറിയൊരു ഫാമിലി പരിപാടിയാണ്, അപ്പോൾ അതുകൊണ്ട് അതൊന്നും വീഡിയോയിൽ വരില്ല. അപ്പോൾ നേരെ അത് തീർത്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ടൈമിങ് ഇപ്പോൾ 24 മിനിറ്റാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തു. 23 എനിക്ക് തോന്നുന്നു 51 52 അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇപ്പോൾ 8:14, 24 മിനിറ്റ് ഏകദേശം എടുത്തുള്ളൂ. 24 മിനിറ്റ് ആകെ എടുത്തുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് 2 മിനിറ്റ് എടുക്കുള്ളൂ. അപ്പോൾ അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ഇങ്ങോട്ട് എത്തി. 1/3 സമയം ഇത്രയും ലാഭിച്ചു. ഇനി നമ്മൾക്ക് തിരിച്ചു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതുണ്ടാവില്ല, ട്രാഫിക് ഉണ്ടാവില്ല, അപ്പോൾ കുറച്ചുകൂടെ ചില്ലായിരിക്കും. അപ്പോൾ എന്തായാലും ഇവിടുത്തെ പണികൾ തീർത്തിട്ട് ഇനി നമുക്ക് I'll see you guys in a few moments later. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഞാൻ എടുത്ത വഴി മാറിയോ? ഇല്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞിരിക്കുന്നു. നേരെ ഇപ്പോൾ 10:10. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എനിക്കൊരു ബലമായ സംശയം, നമ്മുടെ ചെറുതായിട്ട് ലൊക്കേഷൻ മാറിയോ എന്നൊരു ഡൗട്ടുണ്ട് എനിക്ക്. നേരെ 10:10, ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ്, നല്ല കാറ്റ്. ഞാനിത് സ്വെറ്റർ ഇതെടുത്തുള്ളത്, നമ്മുടെ സ്വെറ്റർ ഇട്ടുള്ളത്, പക്ഷേ ഫീൽസ് ഗുഡ്. ഇങ്ങനെയാണ് നമ്മൾ വഴി കണ്ടുപിടിക്കുക. വഴി തെറ്റി ശരിക്കുള്ള അത് മെട്രോ ലൈൻ. യെസ്, ഈ ഏരിയ നല്ല രസമുള്ള ഏരിയ കേട്ടോ. അത് വീടൊക്കെ നോക്കി, നല്ല സമാധാനമുള്ള ഏരിയ. ഈ ഏരിയയാണ് നമ്മുടെ എത്തിസലാത്ത് മെട്രോ സ്റ്റേഷൻ്റെ ഏകദേശം പുറകിലായിട്ടുള്ള ഏരിയയാണിത്. നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. എത്തിസലാത്ത് സ്റ്റേഷൻ ലെഫ്റ്റിലായിരിക്കും എൻ്റെ കണക്കൂട്ടുകൾക്ക് ശരിയാണെങ്കിൽ. അതെ, യെസ്. ഇതിപ്പോൾ നമ്മൾ അൽത്തവാറിൻ്റെ ഇവിടെ എത്തിയ. ഇനി നമ്മൾ നേരെ യൂട്ടേൺ എടുത്തിട്ട് 311 ജോയിൻ ചെയ്യുന്നു. ആൻഡ് ബാക്ക് ടു ഹോം. അയ്യോ, തന്നെ ഫുട്പാത്ത് കൊണ്ട് കയറ്റിയത്. ആ ഫുട്പാത്ത് ഞാൻ പെട്ടെന്ന് അങ്ങനെ ഉള്ളിലേക്ക് കയറി വരുന്നു വിചാരിച്ചില്ല. Let's go. And the excitement is coming back again. Welcome to another night ride, baby.
ലെറ്റ്സ് ഗോ. ബാക്കൊക്കെ നോക്കുന്നു. ഓ അതേ പോകുന്നു. 1 2 ബൈക്ക്. ഓ 2 അല്ല, ഇഷ്ടം പോലെ. 3 ഗോൾഡ് വിങ് എങ്ങാനും. ഓ ഇന്ന് ബൈക്കേഴ്സിൻ്റെ ഈവനിങ് ആണല്ലോ. അതെ, നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഇതേ ഒരു ഗോൾഡ് വിങ്, 1 2 3 ഗോൾഡ് വിങ്. പക്ഷെ അതിൻ്റെ കൂടെ വേറെ ഏതൊരു വണ്ടി കൂടെ ഉണ്ട്. സുസുക്കിയാണെന്ന് തോന്നുന്നു. ലെഫ്റ്റ് സൈഡ് നോക്കുക. ഓൾവേസ് ചെക്ക് യുവർ സൈഡ്. ഇതേ പോകുന്നു ഗോൾഡ് വിങ്സ്. അതാണ് ബൈക്കേഴ്സ്. ആ കൈ കാണിച്ചത് നിങ്ങൾ കണ്ടോന്നറിയില്ല. ഇല്ലെങ്കിൽ എയ്ബൽ അത് നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടാവും. Again, this is the fun, man. This is the real fun. It's a whole bloody community. ആരാന്നറിയില്ല, എവിടെ നിന്നാണെന്നറിയില്ല, എന്ത് സ്വഭാവക്കാരനാണെന്നറിയില്ല, എന്ത് പ്രൊഫഷനാണെന്നറിയില്ല, എന്ത് ജോലിയാണെന്നറിയില്ല. ആകെ അറിയാവുന്നത് വി ഓൾ റൈഡ് മോട്ടോർ സൈക്കിൾസ് ആൻഡ് ദാറ്റ്സ് ഗുഡ് ഇനഫ്. മെർഡിഫ് സിറ്റി സെൻറ്റർ എന്ന് പറയാം. നമുക്ക് മെർഡിഫ് സിറ്റി സെൻറ്റർ പോകേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നു? എൻ്റെ ഓർമ്മയിലില്ല. ഓ നല്ലൊരു കമാരോ വരുന്നുണ്ട്. കൺവേർട്ടിബിൾ കമാരോ. ഓ കൺവേർട്ടിബിൾ അല്ലല്ലേ, ബാക്കൊക്കെ നോക്കിയപ്പോൾ കൺവേർട്ടിബിൾ പോലെ തോന്നി. ബറിച്ചിലെ കമാരോ. ഓ അതുപോലെ നമ്മുടെ ഇതിന്ന് കമ്മ്യൂണിറ്റിയിലും പരിചയപ്പെട്ട നമ്മുടെ ഒരു ബ്രോ ഉണ്ടായിരുന്നു, സനീഷ്. എനിക്കിപ്പോഴും കൺഫ്യൂഷൻ അത് എങ്ങനെയാണ്. അപ്പോൾ അങ്ങേരും ഇന്ന് ബൈക്ക് പർച്ചേസ് ചെയ്തു. CBR. നമ്മുടെ കൂടെയുള്ള ആളുകൾ എന്താ പറയുക, മോട്ടോർ സൈക്കിൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം, ഒരു പ്രത്യേക സന്തോഷമോ, ഒരു ജെനുവിൻ ഹാപ്പിനെസ്, റൈറ്റ്? കുറേ പേര് ഈയിടെ ബൈക്ക് എടുക്കുന്നുണ്ട് ആൻഡ് ഐ എം സോ ഹാപ്പി. ഒരേ ഒരു കാര്യമുള്ളൂ, എല്ലാവരും റൈഡ് സേഫ്. അവനവൻ്റെ പ്രയോറിറ്റികൾ എന്താണെന്ന് അറിഞ്ഞ് റൈഡ് ചെയ്യുക. അല്ലാതെ ട്രെൻഡിന് പുറകെ ത്രില്ല് മാത്രം മുന്നിൽ കണ്ടിട്ട് മാത്രം ചെയ്യരുത്. റെസ്പോൺസിബിലിറ്റീസ് ഓൾവേസ് ബി അവെയർ. റൈഡ് മെച്യൂർ, റൈഡ് റെസ്പോൺസിബിളി. എപ്പോഴും ഞാനായിരിക്കും വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ തലയിൽ ഹെൽമെറ്റ് വെക്കുമ്പോൾ ഭയങ്കര ഒരു സഫക്കേഷൻ ഇല്ല. പക്ഷേ അങ്ങനെ ഒരു സഫക്കേഷൻ ഇല്ല കേട്ടോ. അത് ആലോചിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന. പക്ഷേ ഹെൽമെറ്റ് തലയിൽ കയറി കഴിഞ്ഞാൽ, എസ്പെഷ്യലി നല്ല ഹെൽമെറ്റ് ഇടുമ്പോൾ നല്ല അത്യാവശ്യം ടൈറ്റായിട്ടുള്ള ഹെൽമെറ്റ് വേണം. അതായത് ടൈറ്റായിട്ടെന്ന് എന്താ ശ്വാസം മുട്ടിക്കുന്ന പോലെയല്ല, പക്ഷേ അധികം നമ്മളിപ്പോൾ ഈ റൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുക കവിളത്തോ അവിടെ ഇവിടെ ഇങ്ങനെ ഒരഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ലൂസുള്ള ഹെൽമെറ്റ് ആവരുത്. അത് നല്ല കറക്റ്റായിട്ട് സ്നഗ് ചെയ്ത് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ സെറ്റാണ്. നമുക്ക് കുറച്ച് ഓടിക്കുമ്പോൾ നമുക്കത് ഹെൽമെറ്റ് തലയിലുള്ള ഒരു ഒയ്യോ ഒരു ക്യാമറ ആർക്കത്? നോ പ്ലീസ് നോ. ഇല്ല, നമ്മൾ 115 അങ്ങനെ എന്തോ ആയിരുന്നില്ലേ, 130 വരെ പോകാലോ. നമുക്കല്ല നമുക്കല്ല. ദർ ഇസ് നോ വേ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ കിസൈസ് അൽത്തവാർ സൈഡിലോട്ടാണ് നമ്മളിന്ന് പോയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഏരിയ കേട്ടോ. അവിടെ എന്തെങ്കിലും നമ്മൾ അപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അപ്പാർട്ട്മെൻ്റ് അല്ല വില്ല സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ നല്ല സമാധാനമുള്ള ഏരിയ. ഇപ്പോൾ നമ്മൾ ദുബായ് ഡൗൺ ടൗൺ എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കില്ല, കെയോസാണ്. ആ ഒരു ഫീലാണ് അവിടെ ഇല്ല. അവിടെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീലാണ്. എനിക്കത് കൂടുതൽ ലോക്കൽസൊക്കെ ഉള്ളൊരു ഏരിയ എന്ന് തോന്നുന്നു അൽത്തവാർ. അതുകൊണ്ടായിരിക്കണം. അങ്ങനെ അതായിരുന്നു ഇന്നത്തെ നൈറ്റ് റൈഡ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാണ്ടെങ്കിൽ പ്ലീസ് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്കൊരു കോൺവെർസേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. സംസാരിച്ച് ചോദിച്ച് പോകാം. ഓക്കെ, ഓൾറൈറ്റ് ഗൈസ്, താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വ്ളോഗിൽ കാണാം. ഗുഡ് നൈറ്റ്, ബൈ. അതും ഭയങ്കരമായ ട്രാഫിക്. ദ വേസ്റ്റ് ടൈം ടു ട്രാവൽ ഓൺ 311.